സഞ്ജു എന്ന ചൈതന്യം. ജീവിതത്തിനായുള്ള ഒരു വിശുദ്ധ വചനം. മൈതാനത്തെ ആവേശങ്ങളിൽ നാം പലപ്പോഴും റണ്ണുകളുടെ എണ്ണത്തിലും വിക്കറ്റുകളുടെ തിളക്കത്തിലും മിഴിയർപ്പിച്ചു നിൽക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്ന ഒരു നാമത്തിലേക്ക് നമുക്ക് ദൃഷ്ടി തിരിക്കാം. സഞ്ജു. ബൗണ്ടറികൾക്കും നായക പദവികൾക്കും അപ്പുറം അന്തസ്സോടെയും കരുത്തോടെയും ഈ ഭൂമിയിൽ ചുവടുവെക്കുവാൻ ഈ നാമം നമുക്ക് 5 സനാതന തത്വങ്ങൾ നൽകുന്നു. 1. യെസ്, സെൽഫ്ലെസ്, അതായത് നിസ്വാർത്ഥതയുടെ സംഗീതം. ഒന്നാമനാകാനുള്ള മത്സരപ്പാച്ചിലിൽ ലോകം ഉഴറുമ്പോൾ നിസ്വാർത്ഥനായിരിക്കുക എന്നത് ആത്മാവിൻ്റെ ഒരു മഹാസിദ്ധിയാണ്. കൂടെയുള്ളവൻ്റെ തിളക്കത്തിനായി സ്വയം പടവുകളായി മാറുന്ന നായകനെ പോലെ മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുമ്പോഴാണ് നിങ്ങളിൽ ദൈവികമായ വിജയം വിരിയുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എൻ്റെ സഹോദരങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ഇന്ന് എനിക്ക് എങ്ങനെ ഒരു തണലാകാൻ കഴിയും? 2. എ. ഓതന്റിക്, അല്ലെങ്കിൽ സത്യസന്ധതയുടെ പ്രകാശം. മറ്റൊരാളുടെ നിഴലാകാൻ ഈ ലോകം നിങ്ങളെ പ്രലോഭിപ്പിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ തനിമയോളം പവിത്രമായി മറ്റൊന്നുമില്ല. വൃക്ഷം അതിൻ്റെ വേരുകളെ എന്ന പോലെ നിങ്ങളുടെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുക. നിങ്ങളുടെ സത്യം ഉച്ചത്തിൽ വിളിച്ചു പറയുക. ലോകമൊരിക്കലും നിഴലുകളെ പിന്തുടരുന്നില്ല. അത് വെളിച്ചമുള്ള മനുഷ്യരെയാണ് തിരയുന്നത്. 3. എൻ. നിംബിൾ, ആത്മാവിൻ്റെ ലാവണ്യം. ജീവിതം ഒരു 2020 മത്സരം പോലെയാണ്. അത് മിന്നൽ വേഗത്തിൽ രൂപം മാറിക്കൊണ്ടിരിക്കും. ലാവണ്യമുള്ളവനാകുക, എന്നാൽ കാറ്റിലുലയുന്ന പുൽക്കൊടി പോലെ വഴക്കമുള്ളവനാവുക എന്നാണ്. ഒരു പാത അടയുമ്പോൾ തളരാതെ പുതിയ ഒന്നിനെ പുണരുക. പുതിയ അറിവുകളെ വരിക്കാനും പഴയ തെറ്റുകളെ ഒരു ഉണങ്ങിയ ഇല പോലെ പൊഴിച്ചു കളയാനും മടിക്കരുത്. നിങ്ങളുടെ ആ ചലനാത്മകതയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. 4. ജെ. ജുഡീഷ്യസ്, വിവേകത്തിൻ്റെ കവാടം. ഓരോ പ്രഭാതവും നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ ഡെലിവറീസ് അഥവാ നിയോഗങ്ങളുമായാണ് വരുന്നത്. വിവേകപൂർണനായിരിക്കുക, എന്നാൽ കാലത്തിൻ്റെ മർമ്മമറിഞ്ഞ് ശരിയായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുക എന്നതാണ്. നാളെയുടെ പുലരിയിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് നന്ദി പറയുന്ന രീതിയിൽ വേണം ഇന്നത്തെ ഓരോ തിരഞ്ഞെടുപ്പുകളും നടത്താൻ. അത് വിവേകത്തിൻ്റെ മഹത്തായ കലയാണ്. 5. യു. അൺഫേസ്ഡ്, നിശ്ചലമായ സമുദ്രം. അവസാനമായി നിങ്ങൾ അചഞ്ചലനായിരിക്കുക. പുറത്ത് ഒച്ചപ്പാടുകളും വിമർശനങ്ങളുടെ കാറ്റുമുണ്ടായേക്കാം. എന്നാൽ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലെ പോലെ ശാന്തമായ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ ഉലയ്ക്കാനാവില്ല. മർദ്ദങ്ങൾ ഏൽക്കാത്തതല്ല കരുത്ത്, മറിച്ച് വലിയ തിരമാലകൾക്കിടയിലും ഒരു പാറയെപ്പോലെ തല ഉയർത്തി നിൽക്കുന്നതാണ് യഥാർത്ഥ വീര്യം. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി കഴിഞ്ഞ് നിങ്ങൾ മടങ്ങുമ്പോൾ ഈ സഞ്ജു ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കട്ടെ. നിസ്വാർത്ഥനാവുക, തനിമയുള്ളവനാവുക, വഴക്കമുള്ളവനാവുക, വിവേകിയാവുക, എല്ലാറ്റിനുമുപരി
പതറാത്തവനാവുക. ഈ ജീവിതമാകുന്ന വലിയ മൈതാനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.